ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കടല ഉലർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. കടലക്കറി നമ്മളൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും കടല എങ്ങനെയാണ് ഉലർത്തുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അധികം എരിവൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കടല എങ്ങനെയാണ് പെട്ടെന്ന് ഉലർത്തിയെടുക്കുന്നതെന്ന് നോക്കാം. കടല കഴുകി വാരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്. കടല തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടലയായിരുന്നു കേട്ടോ. കടല നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉലർത്തിയെടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വെട്ടെ. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചതച്ച മുളക് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ മസാലയെല്ലാം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വരണേ. വറ്റി ഇതൊന്ന് നന്നായിട്ട് ഉലർന്നു വരണം. നമ്മുടെ കടല ഉലർത്തിയത് റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ ബ്രെഡിൻ്റെയോ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട്. അതിലുപരി നമുക്ക് സ്കൂളിലെ പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇത് തന്നെയാണെങ്കിലും കഴിക്കാൻ പറ്റും. ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ കടല ഉലർത്തിയത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നമ്മുടെ മുട്ട പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് മുട്ട പെട്ടെന്ന് സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടൊക്കെ മുട്ട എങ്ങനെയാണ് പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. മുട്ട പൊരിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും മുട്ട പൊരിക്കുന്നവരാണ്. എല്ലാവർക്കും മുട്ട പൊരിക്കാൻ അറിയാമെങ്കിലും ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കരിയാപ്പിലയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് 2-3 മുട്ട ഉടച്ചൊഴിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യണം. എന്നാലേ ഉള്ളൂ മുട്ട പൊരിച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റായിട്ടിരിക്കുകയുള്ളൂ. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ആ പാനിലേക്ക് മുട്ടയുടെ മിക്സിൽ ഒഴിച്ച് കൊടുക്കുക. തീ കുറച്ച് വെക്കണേ. തീ കൂട്ടി വെച്ചാൽ അടി വല്ലാതെ കരിഞ്ഞു പോകും കേട്ടോ. കരിച്ച് കളയരുത് മുട്ട പൊരിക്കുമ്പോഴേക്കും. 2 സൈഡും മറിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പാകത്തിന് വേവിച്ചെടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്.